A very good morning, my dear students. Today we will start our new chapter, that is labor. What do you mean by a labor? Labor is a major prime cost. It is the second important element of cost. As we all know, in modern days, machines, including the computers, are used on large scale. But even today, also manual labor is important too. So, labor represents the human contribution to the production. Labor cost is the price paid for using human resources in an enterprise. It represents remuneration paid to the employees in the form of like wages, salaries, commission, bonus, prerequisite, etc. So, എപ്പോഴാണ് ഹ്യൂമൻ എഫേർട്സ് പ്രൊഡക്ഷൻ്റെ ടൈമിൽ ആ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്കോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം ജോബിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? സോ ഡൂയിങ് വേരിയസ് ജോബ്സ് ഫോർ കൺവേർട്ടിംഗ് ദ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ദ ഹ്യൂമൻ എഫേർട്സ് ആർ യൂസ്ഡ്. സോ ആ ഒരു ഹ്യൂമൻ എഫേർട്സിനെ ബിസിനസ്സിൽ പറയുന്ന പേരാണ് എന്ത്? ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പേയ്മെന്റ് മെയ്ഡ് ടുവേർഡ്സ് ദ ലേബർ ഈസ് കോൾഡ് ദ ലേബർ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റെമ്യൂണറേഷൻ, വേജസ്, സാലറീസ്, കമ്മീഷൻ, ബോണസ് ഓഫ് ദ എംപ്ലോയി ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. സോ ആ കോസ്റ്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേബർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ലേബർ കോസ്റ്റ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് എലമെന്റ് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ. And also labor cost is the most perishable commodity and as such should be effectively utilized immediately. Therefore, efficient and effective utilization of labor is an important need of the modern business. സോ ഞാൻ ഒന്നുകൂടി പറയാം. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റിംഗ് ദ ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡക്ഷൻ. ആ ഒരു സെൻറ്റൻസ് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ദാറ്റ് ഈസ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡക്ഷൻ. So it is an important cost factor which requires constant control, measurement and analysis. There are two types of labor, direct labor and indirect labor. ഇനി എന്താണ് direct labor പറഞ്ഞാൽ? Direct labor is the labor which is directly engaged in the production or of goods and services such as worker on machine, shoemaker making shoes. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? Direct labor ആയിട്ട് പറയാം. And it is also treated as the part of the prime cost. And the remuneration paid to the direct labor is known as the direct wages. ആ ഒരു റെമ്യൂണറേഷനെ പറയുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് വേജസ് എന്നും. ആൻഡ് വേജസ് പെയ്ഡ് ടു മെഷീൻ ഓപ്പറേറ്റർ ആർ ട്രീറ്റഡ് ആസ് ദ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. So it reflects the hands-on relationship between the employee and the product or the service. So direct labor എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദാറ്റ് ലേബർ വിച്ച് ഈസ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രോഡക്ട്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? വേജസ് പെയ്ഡ് ടു ദ മെഷീൻ ഓപ്പറേറ്റേഴ്സ് എന്നും പറയാം. ആൻഡ് അസംബ്ലേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ദ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും പറയാം. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ലേബർ പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് ലേബർ ഈസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബട്ട് വിച്ച് ഇൻഡയറക്ട്ലി ഹെൽപ്സ് ദ ഡയറക്റ്റ് ലേബർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് ഈ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നില്ല റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഒരു ജനറൽ ക്യാരക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് കനോട്ട് കൺവീനിയൻലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പ്രോസസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് ടു ദ സൂപ്പർവൈസർ, ഫോർമാൻ, ഇൻസ്പെക്ടർ, ക്ലീനർ, വാച്ച്മാൻ, സ്റ്റോർ കീപ്പർ, അക്കൗണ്ടന്റിന്റെ സാലറി കൊടുക്കുക, ക്ലർക്കിന് കൊടുക്കുക. ഇവരുടെയൊക്കെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എന്തിലേക്ക് എടുക്കാൻ പറ്റില്ല? ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് കൂട്ടാൻ പറ്റില്ല അല്ലേ? നമ്മൾ നേരത്തെ ഡയറക്റ്റ് ലേബറിന്റെ എക്സാമ്പിൾസ് പറഞ്ഞ പോലെ എന്താ? വേജസ് പേ ടു ദ മെഷീൻ ഓപ്പറേറ്റർ ഓർ അസംബ്ലർ പോലെ സാലറി ടു ദ മാനേജർ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് ലേബർ എന്നാണ് നമ്മൾ എന്തിനു വിളിക്കുന്നത്? അങ്ങനെയുള്ള ലേബറിനെ വിളിക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ലേബറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കർ ഓൺ മെഷീൻ ആയിരിക്കും. ഇൻഡയറക്റ്റ് ലേബറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഫോർ ദ അക്കൗണ്ടന്റ് ഓർ ക്ലർക്ക് ആയിരിക്കും. സോ ഞാൻ ഒന്നും കൂടി പറയാം. ഡയറക്റ്റ് ലേബർ മീൻസ് ദ ലേബർ which is directly engaged in the production of goods and service.
Indirect labor is the labor which is not directly engaged in the production of goods and service, but which indirectly helps the direct labor engaged in the production, such as watchman, foreman, storekeeper, accountant, clerk, salaries of them. Clear? So difference between direct labor and indirect labor പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Direct labor it can be identified with the finished product ആണ്. Indirect labor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it cannot be identified with the finished product. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ചാർജ് ടു പെർട്ടിക്കുലർ കോസ്റ്റ് സെന്റർ ഓർ എ കോസ്റ്റ് യൂണിറ്റ്. പക്ഷേ ഇൻഡയറക്റ്റ് ലേബറിൽ നമുക്ക് ഡയറക്ട്ലി ചാർജസ് ടു എ കോസ്റ്റ് സെന്റർ കോസ്റ്റ് യൂണിറ്റ് പറ്റില്ല. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഇത് പ്രൈമറി കോസ്റ്റ് ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെക്കൻഡറി ഓർ സബ്സിഡറി ടു ദ പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലേബർ ഒരു പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഓവർ ഹെഡ് അഥവാ എക്സ്പെൻസസ്. ആൻഡ് ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ഇറ്റ് റിമെയിൻസ് ഫിക്സഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ലേബർ കോസ്റ്റിലേക്ക് കടക്കാം. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ടോട്ടൽ ഓഫ് ഓൾ ദ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ വർക്ക് ഫോഴ്സ് ആണ്. ദിസ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ലേബർ കോസ്റ്റിന് തരംതിരിക്കാം? കറണ്ട് മോണിറ്ററി ബെനിഫിറ്റ്, ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്, ലേബർ റിലേറ്റഡ് കോസ്റ്റ്. കറണ്ട് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വേജസ്, DA, പ്രൊഡക്ഷൻ ബോണസ്, ഇതൊക്കെ കറണ്ട് മോണിറ്ററി ബെനിഫിറ്റിൽ പെടും. ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റിൽ പെടുന്നതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, പ്രോഫിറ്റ് ബോണസ്, പെൻഷൻ, ഇതൊക്കെ എന്തിലാണ്? ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റിൽ പെടുന്നതാണ്. ഈ ഫ്രിഞ്ച് ബെനിഫിറ്റിൽ പെടുന്നത് ദിസ് ഇൻക്ലൂഡ് സബ്സിഡൈസ്ഡ് ഫുഡ്, ക്ലോത്തിങ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇതൊക്കെ എന്താണ്? നോൺ മോണിറ്ററി ബെനിഫിറ്റുകളാണ്. ദെൻ ലേബർ റിലേറ്റഡ് കോസ്റ്റ് സച്ച് ആസ് ഏതൊക്കെയാ? ഹോളിഡേ പേ, ലീവ് പേ, പ്രീമിയം പേ, ഐഡിൽ ടൈം പേ, ഓവർ ടൈം പേ, ഇതൊക്കെ ലേബർ റിലേറ്റഡ് കോസ്റ്റ്. അപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് സം ടോട്ടൽ ഓഫ് ഓൾ ദ പേയ്മെന്റ്സ്, ഇൻക്ലൂഡ്സ് ബേസിക് വേജസ്, DA, പ്രൊഡക്ഷൻ ബോണസ്, എക്സെട്ര. ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എംപ്ലോയി PF വരും, അതുപോലെ ഗ്രാറ്റുവിറ്റി, പ്രോഫിറ്റ് ബോണസ്, പെൻഷൻ, ഇതൊക്കെ ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റിൽ വരുന്നതാണ്. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റിൽ പറയുന്നത് എന്താ? സബ്സിഡൈസ്ഡ് ഫുഡ്, ക്ലോത്തിങ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഇതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ പെടുന്നതാണ്. ലേബർ റിലേറ്റഡ് കോസ്റ്റിൽ പെടുന്നത് എന്താ? ഹോളിഡേ പേ, ലീവ് പേ, പ്രീമിയം പേ, ഐഡിൽ ടൈം പേ, ഓവർ ടൈം പേ, ഇതൊക്കെ ലേബർ റിലേറ്റഡ് കോസ്റ്റിൽ പെടുന്നതാണ്. ക്ലിയർ? സോ ഹൗ ക്യാൻ വി കൺട്രോൾ ലേബർ കോസ്റ്റ്? ലേബർ കോസ്റ്റിന് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എയിംസ് ടു കൺട്രോൾ ഓഫ് ദ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ. സോ ഫോളോയിങ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. സച്ച് ആസ് ലേബർ കോസ്റ്റ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? അപ്പോയിൻമെന്റ് ആൻഡ് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ റെക്കോർഡുകളിലൂടെ, കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ മെത്തേഡ്സിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ഓവർ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം ഓഫ് ദ എംപ്ലോയീസ്, ലേബർ കോസ്റ്റ് അനലൈസിസ്, ഡിറ്റർമിനേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് വേജസ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ്? ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സച്ച് ആസ് അപ്പോയിൻമെന്റ് ആൻഡ് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ റെക്കോർഡ്സ്, control over production methods, control over arrival and departure time of the employees, labor cost analysis, determination of payment of wages. ഇതൊക്കെ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ എന്തെല്ലാം അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആണ് ഈ ലേബർ കോസ്റ്റ് കൺട്രോളിങ്ങിലുള്ളത്? സച്ച് ആസ് ടൈം റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എംപ്ലോയീസ് ജോലിക്ക് എത്തുന്ന സമയവും, അതായത് എത്രത്തോളം ടൈം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടൈം അവർ ലെഷർ ടൈമിന് ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ടൈം അവർ എത്രത്തോളം ടൈം കഴിഞ്ഞിട്ടാണ് അവർ ഡിപ്പാർച്ചർ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം? ടൈം റെക്കോർഡിങ് ചെയ്യാം. ദെൻ ടോട്ടൽ പേറോൾ, അവരുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, അവരുടെ പേറോൾ കോസ്റ്റ് കാൽക്കുലേറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ഇൻ ദ ലേബർ കോസ്റ്റ് ആയിട്ട് പറയണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം കീപ്പിംഗ്. എന്താണ് ടൈം റെക്കോർഡിംഗ് അഥവാ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആദ്യം ടൈം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും അല്ലേ. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെയൊക്കെ ലേബർ കോസ്റ്റ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടൈം കീപ്പിംഗ് ഉപയോഗിക്കാം. അഥവാ ടൈം റെക്കോർഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ റെസ്പോൺസിബിൾ ഫോർ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് അല്ലേ, ബെസ്റ്റ് ഫിറ്റഡ് ജോബ്സ് ഏതൊക്കെയാണ്, ഓവർ ടൈം എത്രത്തോളം ഉണ്ട്, ആബ്സെൻറ്റീസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വർക്കിംഗ് കണ്ടീഷൻ, ഈച്ച് ജോബ് വർക്കിംഗ് കണ്ടീഷൻ, ഏതെല്ലാം പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യാം? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ടൈം റെക്കോർഡ് ചെയ്യാം. ദെൻ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം കീപ്പിംഗ് മീൻസ് റെക്കോർഡിംഗ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം ഓഫ് ഈച്ച് വർക്കറാണ്. അത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ടൈം കീപ്പിങ്ങും ഒന്ന് ടൈം ബുക്കിങ്ങും കേട്ടോ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ എംപ്ലോയീസ് ആണ്. ഡിവൈഡഡ് 2 പാർട്സ് ആണ് ടൈം റെക്കോർഡ്. ഒന്ന് ടൈം കീപ്പിങ്ങും ഒന്ന് ടൈം ബുക്കിങ്ങും. ഇനി എന്താണ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്? അതായത് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കമ്പ്യൂട്ടിംഗ്, മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ഓർ സാലറി ടു ഈച്ച് എംപ്ലോയി. സോ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ വേജസ് ഓർ സാലറി അലോക്കേഷൻ നടത്തുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താ? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ദ ലേബർ കോസ്റ്റ് വിത്ത് ദ ടൈം കാർഡ്സ്, ജോബ് കാർഡ്സ്, ലേബർ കോസ്റ്റ് ഓഫ് വേരിയസ് ജോബ്സ്, വർക്ക് ഓർഡേഴ്സ്, ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്യുന്നത്. സോ ഞാൻ ഒന്നും കൂടി പറയാം. കോർഡിനേറ്റഡ് എഫേർട്സ് ആണ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടൈം റെക്കോർഡിംഗ് വേണ്ടത്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ആണ്. അപ്പോൾ ടൈം റെക്കോർഡിങ്ങിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ ദെയർ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് ജോബ്സ് ആൻഡ് വെദർ ദേ ആർ ബെസ്റ്റ് ഫിറ്റഡ് അല്ലെങ്കിൽ ഓവർ ടൈം, ആബ്സെൻറ്റീസം, ഇതൊക്കെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻസ് കൺട്രോൾ ഓവർ ദ പ്രൊഡക്ഷൻ മെത്തേഡാണ്. വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസസ്സ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ദെൻ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കമ്പ്യൂട്ടിംഗ്, മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ഓർ സാലറി ടു ഈച്ച് എംപ്ലോയി. They are giving or making the payment of wages and salaries. Cost accounting department എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷനും ക്ലാസിഫിക്കേഷൻ ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ദ ലേബർ കോസ്റ്റ് വിത്ത് ദ ടൈം കാർഡ്സ്, ജോബ് കാർഡ്സ്, ലേബർ കോസ്റ്റ് ഓഫ് വേരിയസ് ജോബ്സ്, വർക്ക് ഓർഡേഴ്സ് എക്സെട്ര. സോ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്? സോ ടൈം കീപ്പിംഗ് ഈസ് എ റെക്കോർഡിംഗ് ഓഫ് ടൈം ഓഫ് വർക്ക് ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൻഡൻസ് ആൻഡ് വേജ് കാൽക്കുലേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെന്ത് റെക്കോർഡാണ്? റെക്കോർഡ് ഓഫ് വർക്കേഴ്സ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈമാണ്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം കീപ്പിംഗ്? ടു പ്രിപ്പയർ ദ പേറോൾ അല്ലേ. വേജസ് ടൈമിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേറോൾ പ്രിപ്പയർ ചെയ്യണം. Then to meet the statutory requirement of the employees, to maintain discipline, to calculate overtime, to control over labor cost, to introduce incentive plan and to ascertain overtime. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം കീപ്പിങ്ങിൽ നമുക്ക് പറയുന്നതാണ്. ഇനി മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് കാർഡ്സ്, ഡിസ്ക് മെത്തേഡ്, അറ്റൻഡൻസ് റെക്കോർഡ്സുകളൊക്കെ നമുക്ക് മെത്തേഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതിൽ മാനുവൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യണ ആലോചിച്ച് നോക്കിയേ. അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് അല്ലേ, പിന്നെ ഡിസ്ക് മെത്തേഡ് മാനുവൽ മെത്തേഡായിട്ട് നമുക്ക് പറയാം. ദെൻ മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് നമുക്ക് വയ്ക്കാം, ഡയൽ ടൈം റെക്കോർഡ്സ് നമുക്ക് വയ്ക്കാം. ഇതൊക്കെ ടൈം റെക്കോർഡിങ്ങിന് ടൈം കീപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡുകളാണ്. സോ എന്താണ് ടൈം കീപ്പിംഗ് സിസ്റ്റം? ഇൻ ദ ടൈം കീപ്പിംഗ് സിസ്റ്റം മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ഈച്ച് വർക്കേഴ്സ് ടൈം ഇൻ ആൻഡ് ടൈം ഔട്ട് ഡ്യൂറിങ് ദ റെഗുലർ വർക്കിംഗ് പീരീഡ്. And what is the objective? It is responsible for recording the attendance time of each worker accurately. അതാണ് ടൈം കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് രണ്ട് രീതിയിലുണ്ട്. മാനുവൽ മെത്തേഡും അതുപോലെ മെക്കാനിക്കൽ മെത്തേഡും. മാനുവൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡും ഡിസ്ക് മെത്തേഡും പറയാം. ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റെക്കോർഡിംഗ് ക്ലോക്കും ഡയൽ ടൈം റെക്കോർഡ്സും പറയാം. ഇനി എന്താണ് ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ ഡിഫറെൻറ്റ് ജോബ് അല്ലേ. അതായത് എത്രത്തോളം ടൈമാണ് വർക്കേഴ്സ് ഓരോ ഡിഫറെൻറ്റ് ജോബ് അല്ലെങ്കിൽ വർക്ക് ഓർഡേഴ്സിൽ സ്പെൻഡ് ചെയ്തേക്കുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം ബുക്കിംഗ് എന്ന് വിളിക്കുന്നത്.
സോ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെന്റ്. സോ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് വർക്ക് ടൈം ഓഫ് എ വർക്കർ. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം ഓഫ് റെക്കോർഡിംഗ് ആണ് ടൈം കീപ്പിംഗ്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് വർക്ക് ടൈം ഓഫ് എ വർക്കർ ആണ്. ദെൻ വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ബുക്കിംഗ്, ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്, ജോബ് കാർഡ്, ഇതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാണ് ടൈം ബുക്കിങ്ങിൽ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആ ടൈം ബുക്കിങ്ങിലുള്ളത്? ടു അസർട്ടൈൻ ദ ലേബർ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, to ensure the time paid, to disclose the idle time, to ascertain the level of efficiency and to compare the labor cost of different jobs. ഇതൊക്കെയാണ് നമുക്ക് ടൈം ബുക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുക. അതായത് ലേബർ കോസ്റ്റ് അസർട്ട് ചെയ്യാൻ പറ്റും, ടൈം പെയ്ഡ് ഫോർ ഫുള്ളി യൂട്ടിലൈസ്ഡ് ഓൺ പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കാൻ പറ്റും, ഐഡിൽ ടൈം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഓഫ് ദ വർക്കർ അളക്കാൻ പറ്റും, ടു കമ്പയർ ദ ലേബർ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സും ചെയ്യാൻ പറ്റും. ദെൻ ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ദ സിറ്റുവേഷൻ വെൻ എ വർക്കർ വർക്ക്സ് ബിയോണ്ട് ഹിസ് നോർമൽ വർക്കിംഗ് അവേഴ്സ്. അതായത് നോർമൽ വർക്കിംഗ് അവേഴ്സിൽ നിന്നും കൂടുതലായിട്ട് എത്രത്തോളം ടൈം വർക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ ടൈം എന്ന് വിളിക്കുന്നത്. സോ ഓവർ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദ നോർമൽ റേറ്റ്. സോ ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വെൻ എ വർക്കർ വർക്ക്സ് ബിയോണ്ട് ഹിസ് നോർമൽ വർക്കിംഗ് അവർ ആണ്. ആൻഡ് എക്സ്ട്രാ പേയ്മെൻറ്റ് ഓർ പ്രീമിയം നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ ഓവർ ടൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ വെൻ എ വർക്കർ വർക്ക്സ് ബിയോണ്ട് ദ നോർമൽ വർക്കിംഗ് അവേഴ്സ്. സോ ഐ തിങ്ക് യു ആർ വെൽ ക്ലിയർ അബൌട്ട് ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു. Is the assignment for you, so do it well and send me the answers through our WhatsApp group. Okay, thank you.